നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഉഗ്രസ്ഫോടനം, കുലുങ്ങി വിറച്ച് നെടുകെ പിളർന്ന് ഭൂമി. പിന്നാലെ 80 സെന്റിമീറ്റർ ഉയരത്തിൽ ആഞ്ഞടിച്ച് സുനാമി തിരമാല. നടുങ്ങി വിറയ്ക്കുകയാണ് ജപ്പാൻ ജനത. ഭൂമികുലുക്കം ഉണ്ടായതോടെ കെട്ടിടങ്ങളിൽ നിന്ന് നിലവിളിച്ചിറങ്ങി ഓടി ജനങ്ങൾ. കെട്ടിടങ്ങൾക്കും വിള്ളൽ. ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് ഭൂചലനമുണ്ടായത്. വടക്കൻ ജപ്പാനിലെ ഇവാത്തെ പ്രവിശ്യയുടെ തീരക്കടലിൽ പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകുന്നേരം 4:53 റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത്. ഭൂകമ്പത്തിന് 40 മിനിറ്റുകൾക്ക് ശേഷം കുജി തുറമുഖത്തിന് അടുത്ത് 80 സെന്റിമീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചു. നേരത്തെ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ വീണ്ടും ഭൂമികുലുക്കവും സുനാമിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭീതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി രാജ്യത്ത് കനത്ത ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഭരണകൂടം കൊടുത്തിരിക്കുന്നത്. വടക്കൻ ജപ്പാനിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയത്. കുജി തുറമുഖത്ത് 80 സെന്റിമീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടായപ്പോൾ മറ്റൊരു തുറമുഖത്ത് 40 സെന്റിമീറ്റർ ഉയരത്തിലും തിരമാലകൾ രൂപപ്പെട്ടതായി രാജ്യത്തെ മെട്രോളജിക്കൽ ഏജൻസി അറിയിച്ചു. മറ്റ് നാശനഷ്ടങ്ങളും സാഹചര്യവും വിലയിരുത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഭൂചലനത്തെ തുടർന്ന് ടോക്കിയോയ്ക്കും അമോറിക്കുമിടയിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നിർത്തിവെച്ചതായി ക്യോഡോ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതി കമ്പികൾ ഉൾപ്പെടെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ടോക്കിയോ ഇലക്ട്രിക് പവർ കമ്പനിയും ടോഹോക്കു ഇലക്ട്രിക് പവറും പരിശോധനകൾ നടത്തി. നിലവിൽ അടച്ചിട്ടിരിക്കുന്ന ഒനാഗാവ ആണവ നിലയത്തിലും പരിശോധനകൾ നടത്തിവരികയാണ്. തീരപ്രദേശത്തുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമാണിപ്പോൾ ഭരണകൂടം പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീരദേശ മേഖലകളിൽ നിന്നും പുഴയോരങ്ങളിൽ നിന്നും ഉടനടി സുരക്ഷിതമായ ഉയർന്ന സ്ഥലങ്ങളിലേക്കോ കെട്ടിടങ്ങളിലേക്കോ മാറണം. സുനാമി തിരമാലകൾ കാരണം നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ സുരക്ഷിതമായ ഇടം വിട്ടു പോകരുതെന്നും അധികൃതർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നാണ് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഏകദേശം 1500ഓളം ഭൂചലനങ്ങൾ ഇവിടെ അനുഭവപ്പെടാറുണ്ട്. 2011 18,500 പേരുടെ മരണത്തിനിടയാക്കിയ 9.0 തീവ്രതയിലുള്ള ഭൂകമ്പത്തെ രാജ്യം ഇന്നും ഭീതിയോടെയാണ് ഓർക്കുന്നത്. 2024 25 ഡിസംബറിലും മെഗാക്വേക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിലുണ്ടായ 7.5 തീവ്രതയുള്ള ഭൂചലനത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. വരാനിരിക്കുന്ന വൻ ഭൂകമ്പം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും വൻ സാമ്പത്തിക നഷ്ടത്തിനും കാരണമായേക്കാം എന്ന മുന്നറിയിപ്പ് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. മുൻപുണ്ടായ ഇത്തരം മുന്നറിയിപ്പുകൾ ജനങ്ങൾ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനിടയാക്കി. വിനോദസഞ്ചാര മേഖലയെയും ഇത് വലിയ തോതിൽ ബാധിച്ചിരുന്നു. അതായത് ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൂടാതെ വിനോദസഞ്ചാര മേഖല ജപ്പാന്റെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക നട്ടെല്ലാണ്. എന്നാൽ ഇവിടെ സുനാമി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില മുന്നറിയിപ്പുകൾ 2025 ഉണ്ടായപ്പോഴും വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കുകയായിരുന്നു. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശം. ലോകത്തിലെ ഭൂകമ്പങ്ങളുടെ 18% ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഇവയിൽ ബഹുഭൂരിപക്ഷവും ചെറിയ ചലനങ്ങളാണ്. ഏകദേശം 125 ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ജപ്പാനിൽ എല്ലാ വർഷവും സുനാമി അതുപോലെ തന്നെ ഭൂചലനങ്ങൾ ഒക്കെ ഒരു വലിയ ഭീതി വിതയ്ക്കാറുണ്ട്. അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. കൂടാതെ ഓരോ 5 മിനിറ്റിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭൗമ ചലനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുമുണ്ട്. 400-ലധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന മേഖലയും ജപ്പാനിലൂടെയാണ് കടന്നുപോകുന്നത്. 2011 ഭൂകമ്പം അതത്ര നിസ്സാരമായിരുന്നില്ല. ഫുകുഷിമ ആണവ ദുരന്തമുണ്ടാകുകയും ചെയ്തത് ഈ സമയത്താണ്. ജപ്പാന് സമീപമുള്ള നാൻകായി ട്രഫിൽ 9.1 തീവ്രതയിൽ ഒരു ഭൂകമ്പമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ 10 മീറ്റർ ഉയരത്തിൽ സുനാമിക്ക് കാരണമാകുമെന്ന് 2024 ജപ്പാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 29,800 പേർ വരെ കൊല്ലപ്പെടുകയും $2 ട്രില്യൺ വരെ നാശനഷ്ടമുണ്ടാകുകയും ചെയ്യുമെന്ന് അന്നത്തെ മുന്നറിയിപ്പിലുണ്ടായിരുന്നു. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം JMA മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തു. ഏകദേശം 900 കിലോമീറ്റർ നീളമുള്ള ഒരു അണ്ടർ വാട്ടർ സബ്സെഷൻ സോണാണിത്. ഇതിന് താഴെ യുറേഷ്യൻ ഫലകം ഫിലിപ്പൈൻ കടൽ ഫലകവുമായി കൂട്ടിയിടിക്കുന്നു. 2025 ഡിസംബറിൽ ജപ്പാനിലെ കിഴക്കൻ തീരമായ
ഹോൺഷു ദ്വീപിന് സമീപമുള്ള അമോറിയിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ മെഗാക്വേക്ക് മുന്നറിയിപ്പും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി പുറപ്പെടുവിച്ചിരുന്നു. ഡിസംബർ 8-നുണ്ടായ ഭൂകമ്പത്തിൽ 70 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉയരുകയും അത് വലിയ ഭീതി വിതയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഒരു പ്രതിസന്ധി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമികുലുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്കറിയാം അടുത്തതൊരു സുനാമി അപകടമാണ് വരാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ പാനിക്കാകും. അവർ പല പ്രദേശങ്ങളിലേക്ക് ഓടിമറയും. ഇതിനോടിടയ്ക്ക് ജനങ്ങൾ സുരക്ഷിതരാകാൻ വേണ്ടി നിർദ്ദേശം നിരന്തരം ഭരണകൂടത്തിന് പുറപ്പെടുവിക്കേണ്ടി വരും. അപ്പോഴേക്കും ജനങ്ങൾ തങ്ങൾക്ക് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ഓടുന്ന ഒരു കാഴ്ചയാണ് അവിടെ സംഭവിക്കാറുള്ളത്. സുനാമി ഭീഷണി നേരിടാൻ ജപ്പാന് 3 തരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് ഉള്ളത്. ഒന്ന്, മേജർ സുനാമി വാണിംഗ്. 5 മുതൽ 10 മീറ്റർ വരെ ഉയരമുള്ള ഭീമാകാരമായ തിരമാലകൾ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. 2, സുനാമി വാണിംഗ്. 1 മുതൽ 3 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്ക് സാധ്യതയുള്ളപ്പോൾ നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന നിർദ്ദേശം. മൂന്നാമത്തേത് സുനാമി അഡ്വൈസറി. 1 മീറ്ററിൽ താഴെ മാത്രം ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ ഇടയുള്ളപ്പോൾ നൽകുന്ന താഴ്ന്ന നിലയിലുള്ള മുന്നറിയിപ്പ്. നിലവിൽ മുന്നറിയിപ്പ് ലഭിച്ച പ്രദേശങ്ങളിൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും ഒട്ടും വൈകാതെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ക്യാബിനറ്റ് സെക്രട്ടറി മിനോരു കിഹാര ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വരും ദിവസങ്ങൾ നിർണായകമാണ്. അടുത്ത ഒരാഴ്ച ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഭൂകമ്പത്തിന്റെ തീവ്രത കുറയാൻ സമയമെടുക്കും എന്നതിനാൽ ജാഗ്രത തുടരണമെന്നാണ് മെറ്റീരിയോളജിക്കൽ ഏജൻസിയുടെ നിർദ്ദേശം. ആദ്യത്തെ സുനാമി തിരമാലകൾക്ക് ശേഷം വരാനിരിക്കുന്ന തിരമാലകൾ കൂടുതൽ ശക്തിയുള്ളതാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ സേനയും തീരദേശവാസികളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്നു. പസഫിക് അഗ്നിവലയത്തിലാണ് ജപ്പാൻ. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ മേഖലകളിലൊന്നാണ് ഇത്. ജപ്പാനെ വിഴുങ്ങുന്ന ഒരു സാഹചര്യമാണിത്. അഗ്നിപർവ്വതങ്ങളാലും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങളാലും സജീവമായ ഈ മേഖലയിൽ ജപ്പാൻ നിലകൊള്ളുന്നത് 3 പ്രധാന പ്ലേറ്റുകൾക്ക് മുകളിലാണ്. പസഫിക് പ്ലേറ്റ്, ഫിലിപ്പൈൻ സീ പ്ലേറ്റ് എന്നിവയുടെ നിരന്തരമായ ചലനങ്ങൾ ജപ്പാനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമാക്കി മാറ്റുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ ഭൂചലനം ജപ്പാനിലെ ഇവാട്ടെ, ഹൊക്കൈഡോ പ്രവിശ്യകളെയാണ് പ്രധാനമായും ബാധിച്ചത്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം 7.4 തീവ്രതയാണ് ഇവിടെ രേഖപ്പെടുത്തിയതെങ്കിലും യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ ഇത് 7.3 കണക്കാക്കുന്നു. ഭൂകമ്പങ്ങൾ ജപ്പാനിലെ ജീവിതത്തിന്റെ ഭാഗമാണ്. വർഷങ്ങളായുള്ള അനുഭവങ്ങളിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങൾ അവർ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ജപ്പാനിലെ കെട്ടിടങ്ങൾ ഭൂകമ്പങ്ങളെ അതിജീവിക്കത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചില കെട്ടിടങ്ങളുടെ മുകൾ ഭാഗം ഭൂചലനത്തിനൊപ്പം നീങ്ങാൻ സാധിക്കുന്നവയാണ്. മറ്റ് ചിലത് ഭൂചലനത്തിന്റെ ആഘാതം ആഗിരണം ചെയ്ത് ഉറച്ചു നിൽക്കാൻ ശേഷിയുള്ളവയാണ്. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാൻ 0 മുതൽ 7 വരെയുള്ള 10 ഘട്ടങ്ങളുള്ള ഒരു പ്രത്യേക സ്കെയിലാണ് ജപ്പാൻ ഉപയോഗിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് പതിവായി ഭൂകമ്പ ഡ്രില്ലുകൾ നൽകുന്നു. ഭൂചലനമുണ്ടായാൽ മേശകൾക്കടിയിൽ ഒളിക്കാനും ശാന്തരായിരിക്കാനും അവർക്ക് പരിശീലനമുണ്ട്. ദുരന്ത നിവാരണ കേന്ദ്രങ്ങളെ സിമുലേറ്ററുകൾ വഴി ഭൂകമ്പത്തിന്റെ തീവ്രത നേരിട്ട് അനുഭവിച്ച് കുട്ടികൾ പ്രതിരോധ മാർഗങ്ങൾ പഠിക്കുന്നു. ജപ്പാനിൽ ദുരന്ത നിവാരണം എന്നത് വെറും ഒരു സർക്കാർ പദ്ധതിയല്ല, അതൊരു ജീവിത ശൈലിയാണ്. നവംബർ 19 ടോക്കിയോയിൽ ദുരന്ത നിവാരണ ദിനമായി ആചരിക്കുന്നു. അന്ന് ജനങ്ങൾ തങ്ങളുടെ എമർജൻസി കിറ്റുകൾ പരിശോധിക്കുകയും ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഭക്ഷണം പോലും ഗുണനിലവാരമുള്ളതാക്കാൻ ജപ്പാൻ ശ്രദ്ധിക്കുന്നു. റെഡ് ബീൻ ഡെസേർട്ടുകൾ, ടിന്നിലടച്ച ഫ്ലഫ് ബ്രെഡ്, കുക്കീസ്, കറികൾ തുടങ്ങി സാധാരണ ജീവിതത്തിന് അരികിലെത്തുന്ന ഭക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. സ്മാർട്ട് ഫോണുകളിലെ ഡിസാസ്റ്റർ അലേർട്ട് ആപ്ലിക്കേഷനുകൾ ഓരോ പൗരനും കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ടിവിയോ റേഡിയോയോ ലഭ്യമല്ലാത്ത സാഹചര്യത്തിലും ഈ ആപ്പുകൾ വഴി നിർദ്ദേശങ്ങൾ കൈമാറുന്നു. പ്രകൃതിയുടെ പ്രഹരശേഷിക്ക് മുന്നിലും തളരാത്ത ജപ്പാൻ ലോകത്തിലെ വലിയൊരു മാതൃകയാണ്. സാങ്കേതിക വിദ്യയും കൃത്യമായ പ്ലാനിങ്ങും ഒത്തുചേർന്നാൽ വലിയ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുമെന്ന് അവർ തെളിയിക്കുന്നു. നിലവിലെ സുനാമി മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണെങ്കിലും പതിറ്റാണ്ടുകളായി അവർ ആർജിച്ചെടുത്ത അച്ചടക്കവും തയ്യാറെടുപ്പും ഓരോ ജീവനും സംരക്ഷിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നു. ഇപ്പോൾ ജപ്പാനിൽ ഇങ്ങനെ ഒരു ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ അമേരിക്കയും റഷ്യയും ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാരണം ജപ്പാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ, സുനാമി തിരമാലകൾ അടിച്ചു കയറിയാൽ ഉടനെ അമേരിക്ക ആ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും. കാരണം അലാസ്കയിലൊക്കെ വലിയ സുനാമി തിരമാലകൾ അടിക്കാൻ സാധ്യതയുണ്ട്. റഷ്യയും സമാനമായ ഒരു അവസ്ഥയാണ്
ഭീഷണിയാണ് നേരിടുന്നത്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ ജാഗരൂകരായി കാത്തിരിക്കുന്നു. ജനങ്ങളെ സംരക്ഷിക്കാൻ ഭരണകൂടവും ജാഗ്രത പുലർത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.